കൂട്ടുകാരനെ പിടിച്ച് കാറിനെ തിരുത്തി മാർക്കയെ കുറിച്ച് എന്തൊക്കെ അപരാധം പറഞ്ഞു. നാട്ടുകാർ പച്ചയ്ക്ക് തലക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഏജന്റ് സീക്രട്ട് എന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മർക്കോ മൂവിയുടെ റിവ്യൂ. അതിങ്ങനെ ഒരു ആപ്പാവെന്ന് ഞാൻ കരുതിയോ? അതേതാണ്ട് 10-8 മിനിറ്റ് ഉണ്ട്. അപ്പൊ അത് അവിടെ പോയിരുന്ന് കണ്ട് അവനെ പറയാനുള്ള അതിനകത്തിരുന്ന് പറ. എന്നെ പറയല്ലേ, ഞാൻ കുറച്ച് കേൾപ്പിക്കാം. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഉണ്ണിമുഖത്തിനും സീക്രട്ട് ഏജന്റും തമ്മിലുള്ള ആ ഒരു വിദ്വേഷമാണോ ഇതിന് പിന്നിൽ? അതെ, ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ചർച്ച തന്നെയാണ് യൂട്യൂബ് ചാനലുമായി. നാക്കം തിരിയുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകണം. നമസ്കാരം. കാലം കാത്തുവെച്ച നിധിയാണ് സീക്രട്ട് ഏജന്റ്. My God. ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ. വളരെ ഫണിയാണ് സീക്രട്ട് ഏജന്റ്. അങ്ങ് ഫണിയാണ് അവൻ. ഫണി വീഡിയോസില് പാളിപ്പോയൊരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. പക്ഷെ കുഴപ്പമില്ല. തൊട്ടപ്പുറത്തിരിക്കുന്നവന്റെ ചെവിയും പറയും ഒക്കെ കടിച്ചു പറിച്ചു എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. അത്രത്തോളം വൾഗാരിറ്റിയാണ് ആ ഒരു മൂവിയിലൂടെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം. അല്ലെങ്കിൽ തെറ്റാണോ കൈകൊണ്ട് അടി കിട്ടിയാലും ടൊമാറ്റോ പാക്കറ്റ് പൊട്ടണോ അതിൽ ചോരപ്പോ അടിച്ചതിന്റെ 32 പല്ലും കാണുന്ന കാര്യം കാത്തും. അങ്ങനെ പറയരുതല്ല. നല്ല കിട്ടേണ്ട സാധനം വെച്ചിട്ട് കിട്ടേണ്ടത് കിട്ടേണ്ട പോലെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചോര വരും. എങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇറങ്ങുന്നതെന്ന്. അത് എന്റെ ട്രെയിലർ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പറിച്ചോണ്ട് വരുന്ന കാണാം ചെവിയൊക്കെ. ഇതിനകത്ത് ഉണ്ണിമൂന്നിന് എത്ര ആളടിച്ചു ഒരു സമയം പ്രണയ സീൻ കാണിക്കാൻ പറ്റുമോ? അത് അവസാനമൊക്കെ ആ 400 പേരും ഉണ്ണിമൂന്നിനും തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെയാണ്. അതാണല്ലോ സിനിമ. എക്സ്പീരിയൻസ് ആണ്. ഈ ഓവർഡോസ് ആണ്. നിങ്ങൾക്ക് അതല്ലേ തോന്നിയത്? അത് മാർക്ക് ചന്തയിൽ ഇറങ്ങത്തില്ല. തിയേറ്ററിൽ പോയി കാണാനുള്ള സാധനമാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. സത്യം. മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് എന്തോ എങ്ങനെ ഹെവി ഓവർ ഡോസ് ആണ് ഈ മാർക്കോ എന്ന മൂവി എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. വിദഗ്ധന്മാരെന്താണ് സീക്രട്ട് ഏജന്റിനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ വന്ന ചില കമന്റ്സ് ആണ് നമുക്ക് നോക്കാം. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ഞാൻ ആ കമന്റ് വായിച്ചാൽ വളരെ മോശമായി പോകും. എന്നാലും നമുക്ക് 2-3 വായിക്കാം. വാണം നിർത്തിപ്പോട. കമന്റ് വായിച്ചപ്പോൾ നല്ല സമാധാനം. ഒരു ശരിയായ മൈരൻ പേഴ്സണൽ വെച്ച് സീക്രട്ട് ഏജന്റ് പബ്ലിക്കൻ. അയ്യോ എടാ, നീ ആ കുഴി കുറച്ചുകൂടെ വലിപ്പത്തിലെടുക്ക്. എന്നിട്ട് അതേ കയറി കിടക്ക്. കറിയ പിലയാടി വേണ്ട സീക്രട്ട് ഏജന്റ്. ഞാൻ നിന്നെ വിളിക്കുന്ന പോലല്ല ഇത് പറയുന്നത്. പിള്ള മനസ്സാ, കള്ളമില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. പറഞ്ഞേക്കുന്നത് ഞാൻ വായിക്കുന്നില്ല പൊന്നളിയാ. അയ്യോ എന്തായാലും നമുക്ക് കിട്ടാനുള്ള പൈസ ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. അതിനെ കുഴപ്പമൊന്നുമില്ല. കോക്ക് കറക്റ്റ് റിവ്യൂ പറഞ്ഞു. ഇവൻ ഉണ്ണിയോടുള്ള അസൂയ വെച്ച് റിവ്യൂ പറയുന്നു. കോക്ക് കറക്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞു. എനിക്ക് കോക്കിന് റിവ്യൂ ഇഷ്ടപ്പെട്ടു.